വീഡിയോ വന്നിട്ട് ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ മിന്ത്രയിലും മീഷോയിലും ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും സെയിം ഡ്രസ്സ് രണ്ട് സ്ഥലത്തും കാണാറില്ലേ? ഒരേപോലത്തെ മോഡൽസ്, ഒരേ മോഡൽ തന്നെ രണ്ട് സ്ഥലത്തും സെയിം ഡ്രസ്സ്, പക്ഷേ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. മീഷോയിൽ ഭയങ്കര കുറവ് റേറ്റും മിന്ത്രയിൽ നല്ല കൂടിയ റേറ്റും ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, ഇതെന്താ രണ്ടിടത്ത് ഒരേപോലത്തത്, ഏത് മേടിക്കണം, അപ്പോൾ നല്ല ലാഭമുള്ളത് മേടിക്കണോ അതോ പൈസ ഉള്ളത് മേടിക്കണോ എന്നൊക്കെ നമ്മളങ്ങനെ ഒരു കൺഫ്യൂഷനോട് നോക്കുമല്ലോ. അപ്പോൾ അതേ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്കും. ഞാനപ്പോൾ അങ്ങനെയുള്ള 4 ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. സെയിം ഡ്രസ്സ് മീഷോന്നും മിന്ത്രയെന്നും. അപ്പോൾ ഇന്ന് നമ്മളത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. എന്താണ് വ്യത്യാസമുള്ളത്, എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവുള്ളത്, അല്ലെങ്കിൽ രണ്ടും സെയിം ആണോ, നമുക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വില കൊടുത്തിട്ട് മിന്ത്രയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് മീഷോ നിർത്താൻ മതിയല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നമുക്ക് ലേറ്റ് ആകട്ടെ, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോണത് മിന്ത്രയിലുള്ള ഡ്രസ്സാണ്. ഇത് നല്ലൊരു, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം കേട്ടോ, നല്ലൊരു റെഡ് കളർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ, റെഡ് മെറൂൺ കൈൻഡ് ഓഫ് ഒരു കളറ്, അതിനകത്ത് ഗ്രേ കളറിൽ പ്രിൻറ്റഡ് വർക്കൊക്കെ വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്നും അതുപോലെ തന്നെ മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മിന്ത്രയിൽ റേറ്റ് 1270 രൂപയാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇനി മീഷോയിൽ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് കാണിക്കാവേ. മീഷോയിൽ ഇതിന് 372 രൂപയാണ്. ഓക്കെ, അപ്പോൾ എത്ര രൂപ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തോ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിന്ത്രയിലെ ഡ്രസ്സ് കാണിക്കാവേ. മിന്ത്രയിലെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് പക്ഷേ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മിന്ത്രയിൽ നിന്ന് തന്നെ ഉള്ളതാണോ എന്ന്. കാരണം ഇതിൻ്റെ കളറ് കണ്ടോ, അതിനകത്ത് കാണിച്ചിരിക്കുന്ന കളറേ അല്ല കേട്ടോ. അതിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറല്ലേ കാണിച്ചിരിക്കണേ. പക്ഷെ ഇത് നേരിട്ട് വരുമ്പോഴേക്കും ഒരു പിങ്ക് അല്ല, ഒരു ഡാർക്ക്, ഒരു പിങ്ക് ടച്ചുള്ളൊരു റെഡ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിൽ ഇതേപോലത്തെ ഒരു പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു ഡിം ആയിട്ടുള്ള കളറാണ് കേട്ടോ, അങ്ങനെ ബ്രൈറ്റ് അല്ല, ഒരു ഡിം ആയിട്ടുള്ള ആഷ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു വി നെക്കാണ് കേട്ടോ. ഡീപ്പായിട്ടുള്ള വി നെക്ക്, ചെറിയൊരു ഇങ്ങനത്തെ ഒരു കോളർ പോലെ വന്നിട്ട് ഡീപ്പായിട്ടുള്ള വി നെക്കാണ് വരുന്നത്. ഇനി ഞാൻ മീഷോന്ന് എടുത്തത് കാണിച്ചു തരാം. മീഷോന്ന് എടുത്തിട്ടുള്ള സെയിം ഡ്രസ്സ് ഇതാണ് കേട്ടോ. പക്ഷേ ഈ ഡ്രസ്സിനൊരു മറ്റേ ഡ്രസ്സിൻ്റെ അത്ര പെർഫെക്ഷൻ ഇല്ല. പെർഫെക്ഷൻ മീൻസ് ഇങ്ങനെ, മറ്റേന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോളർ ഇങ്ങനെ കാണിച്ച് കോളർ അങ്ങനെ തന്നെ നിൽക്കും. ഇതെന്ന് വെച്ചാൽ കണ്ട ഒരു ചിലക്കോ വിളിക്കോ ആയിട്ടിരിക്കുക. പിന്നുള്ളൊരു ഹ്യൂജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിലുള്ള കളർ ഇതിനകത്ത് ഒരു വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് രണ്ട് ഞാൻ സൈഡ് ടു സൈഡ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കണ്ടോ എന്തോരം വ്യത്യാസം ഉണ്ട് നോക്ക്, കണ്ട എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ. ഇതിനകത്ത് വൈറ്റ് കളർ എടുത്തറിയുന്നുണ്ട്. വൈറ്റിൽ ആഷ് കളർ, ആഷ് ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ആഷ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഡിസൈനൊക്കെ ഏകദേശം സിമിലർ, ഏകദേശം അല്ല കേട്ടോ, കറക്റ്റ് ഡിസൈനൊക്കെ കറക്റ്റ് അതേപോലെ തന്നെയാണ്, പ്രിൻ്റൊക്കെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ തുണി ഒരു ചളക്കോ തുണിയാണ്. ഇതിൻ്റെ തുണി കുറച്ചുകൂടി നല്ലൊരു കോട്ടൺ ആണെങ്കിലും പിടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു രസം ഫീൽ ചെയ്യണം. പിടിച്ചെടുത്ത് നിൽക്കണ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഇതിൻ്റെത്. ഈ കളറല്ലേ കുറച്ചുകൂടി ഭംഗി, ഇതിനെക്കാട്ടിലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യണത് അതിനല്ലേ. പിന്നുള്ളൊരു ഹ്യൂജ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്കാണ്. ഇതിൻ്റെ നെക്ക് കണ്ടോ, ഒരു ഡീപ്പായിട്ടുള്ള വി തന്നെയാണ്. വി ആണെങ്കിൽ ഇത് കുറച്ച് കയറിയിട്ടുള്ളൊരു വി ആണ്, അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വി അല്ല. ഇതിങ്ങനെ മേളിൽ നിന്ന് വന്നിരിക്കണോണ്ട് തന്നെ ഈ വന്നേക്കണ പ്ലീറ്റ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഒരു നൈറ്റിയുടെ ഒക്കെ പോലെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടേ ഇങ്ങനെ പൊങ്ങി ഇരിക്കും. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ കിടക്കണ പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഇതിൻ്റെ കളറ് എനിക്ക് കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും കളറ് ഇത് കുറച്ചും കൂടി കണ്ട ഒരു ക്യാമറയിലെന്നല്ല നേരിട്ടാണെങ്കിലും കുറച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കളറ്. പക്ഷേ മെറ്റീരിയൽ നല്ലോണം വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മെറ്റീരിയലേ അല്ല ഈ മെറ്റീരിയൽ എന്നുവെച്ചാൽ മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ തന്നെയാണ് രണ്ടും. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല കോട്ടൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്തത് ഡ്രസ്സ് നമ്മൾ മിന്ത്രയിൽ നിന്നുള്ളതാണ് കേട്ടോ. ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ഒരു കോപ്പർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ, കുർത്ത സൽവാർ സെറ്റ്. ഇതിൻ്റെ കൂടെ ബോട്ടം ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ട് നെക്കാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട്. ഇത് പ്രിൻറ്റഡ് ഡിസൈനാണ്. ചെറുതായിട്ടൊരു മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മിറർ വർക്ക് ഈ ഒരു സെൻറ്റർ പോർഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3/4 ആയിട്ടുള്ള കൈയാണ്. കൈയിൻ്റെ തുമ്പിൽ ഇതേപോലെ ഒരു പ്രിൻറ്റഡ് വർക്ക്, ഒരു ഫ്ലവർ പ്രിൻറ്റഡ് വർക്ക് മെറൂൺ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഈ കോപ്പർ കളറിലുള്ള ഇതേപോലത്തെ ഒരു പ്രിൻറ്റഡ് വർക്കാണ് ഈ ബോഡി ഫുൾ വരണേ. എൻ്റെ പോർഷനിൽ സെയിം ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ മിന്ത്രയിൽ നിന്നുള്ളത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തപ്പോഴേക്ക് ഇതിൻ്റെ റേറ്റ് 1151 രൂപയാണ് കേട്ടോ. ഇത് നോർമലായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് സ്മോൾ സൈസിലാണ്. എനിക്കിത് കുറച്ച് ടൈറ്റാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ ബസ് സൈസിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ സ്മോൾ വരും, ചിലപ്പോൾ മീഡിയം വരും, അങ്ങനെ വരാറ്. അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കി സ്മോളാണ് എടുത്തത്. പക്ഷേ ഇതെനിക്ക് ഇട്ടപ്പോൾ കുറച്ചൊരു ടൈറ്റ്നെസ് ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനത്തെ ബോട്ടാണ്. ഹാഫ് എലാസ്റ്റിക്കും ഹാഫ് എലാസ്റ്റിക് ഇല്ലാത്ത രീതിയിലും, പിന്നെ ഫുൾ ഇങ്ങനത്തെ ഒരു ഫ്ലവർ കോപ്പർ കളറിൽ ഫ്ലവറിൻ്റെ പ്രിൻറ്റഡ് വർക്കാണ് ഫുള്ള് വരുന്നത്. എൻഡ് പോർഷനിൽ ഇതേപോലത്തെ ബോർഡർ ഉണ്ട്. ഇതാണ് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഞാൻ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഡ്രസ്സ് കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 രൂപയാണ് കേട്ടോ മീഷോയിൽ ഉണ്ടായിരുന്നത്. ഇതും സെയിം അതേപോലെ റൗണ്ട് നെക്ക്, ഈ കാണുന്ന സാധനവും കറക്റ്റാണ്. ഇതിനകത്ത് പക്ഷേ മിറർ വർക്കില്ല, അതിനകത്ത് മിറർ വർക്ക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പാറ്റേൺ ഒക്കെ സെയിമാണ്, ഇതെല്ലാം സെയിമാണ്. എല്ലാം എനിക്ക് ഇടുമ്പോഴും എനിക്ക് ഇതാട്ടോ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നി. ഇതും സ്മോൾ സൈസാണ്, പക്ഷേ ഇതെനിക്ക് പെർഫെക്റ്റാണ്. എനിക്ക് ഇടുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇത് ഫുള്ളി എലാസ്റ്റിക് ഉള്ള പാൻറ്റാണ്, അങ്ങനെ ഹാഫ് എലാസ്റ്റിക് ഒന്നുമല്ല. സെയിം ആ ഒരു അതേ പാറ്റേൺ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഈ എൻഡ് പോർഷനിലും സെയിം അതേപോലത്തെ തന്നെ പ്രിൻറ്റഡ് വർക്കാണ് വരുന്നത്. ഗോൾഡൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നത്. കളറ് പോലും വ്യത്യാസമില്ല കേട്ടോ. ആകെപ്പാട് ഇത് രണ്ടും തമ്മിൽ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തത് മെറ്റീരിയൽ. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി നല്ല വെച്ചാൽ കുറച്ചുകൂടി ഒരു സ്റ്റിഫായിട്ട്, ഇത് അലക്കിയാലൊക്കെ നമുക്ക് ഒരുപാട് മോശമായി പോണ പോലത്തെ മെറ്റീരിയൽ അല്ല. ഇത് കുറച്ചും കൂടി നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കുറച്ചൊരു തലക്കോപ്പിളിക്കോ അത്രയും നേരത്തെ കാണിച്ചതിൻ്റെ അത്രയും മോശമല്ല, കുറച്ചും കൂടി ബെറ്ററാണ്. എന്നാൽ പോലും ഈ ഒരു ചുരിദാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇത് കുറച്ച് മെറ്റീരിയൽ വൈസ് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ത്രെഡ് ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. അങ്ങനെ മെറ്റീരിയൽ വൈസ് ഇതത്ര ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടി എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തത്. ഇട്ടപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിലും മറ്റേത് കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. ഇത് നല്ല ലൂസായിട്ട് നല്ലൊരു നല്ല ഒരു റയോൺ മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് മിന്ത്രയിൽ നിന്നുള്ള ഡ്രസ്സാണ്. ഈ ഒരു ബ്ലൂ കളറിലുള്ള ഇത് ബ്ലൂ അല്ല, ഇത് ടീൽ ഗ്രീൻ എന്നാണ് പറയുന്നത്. ടീൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി കുർത്ത സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 2111 രൂപയാണ് കേട്ടോ. ഒറിജിനൽ റേറ്റ് 6599 രൂപയാണ് ഇതിന്. ഇതിനകത്ത് മാത്രം എന്താണുള്ളത് എനിക്കറിയാൻ വയ്യ, എൻ്റെ ദൈവമേ. ഓക്കെ, ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു റൗണ്ട് നെക്കാണ്. ഇവിടെ നിറയെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കണോണ്ടായിരിക്കും കേട്ടോ ഇത്രയും റേറ്റ് ഉള്ളത്. നമ്മളിങ്ങനെ വെളിയിലൊക്കെ തുണി തയ്പ്പിക്കാൻ കൊടുക്കുമ്പോഴാണ് നമുക്കറിയാം ഇത്രയും പൈസ ഉണ്ട് ഈ തുണി ചെയ്യണതിനൊന്ന്. നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവണേ ഇത്രയ്ക്ക് റേറ്റ് ഉണ്ടെന്നുള്ളത്. നല്ല പൈസയാണ് ഹാൻഡ് വർക്കൊക്കെ ചെയ്യണേന്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതേപോലത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ വരുന്ന ഈ ഒരു എംബ്രോയിഡറി വർക്കിനകത്തും സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3/4 ആയിട്ടുള്ള കൈയാണ്. ഇതിൻ്റെ ഈ പോർഷനിൽ ഒരു ത്രെഡ് വർക്ക്, എംബ്രോയിഡറി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. പിന്നെ ഇങ്ങനെ ബോഡി ഫുള്ള് ഈ ഒരു വർക്ക് തന്നെയാണ് വന്നിരിക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഷോൾ വരുന്നുണ്ട് കേട്ടോ. ഇത് നെറ്റിനകത്ത് ഇങ്ങനെ സൈഡിൽ എംബ്രോയിഡറി വർക്ക് ഉള്ള ഷോളാണ്. ഇത് നല്ല നീളമുള്ള ഷോൾ കേട്ടോ. കണ്ടോ, ഇത്രയും നല്ലോണം നീളമുണ്ട് ഈ ഒരു ഷോളിന്. കണ്ടോ, ഫുൾ സൈഡ് ബോർഡർ ഫുള്ള് ഇങ്ങനത്തെ ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് നല്ല നീളമുള്ള ഷോളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഹാഫ് എലാസ്റ്റിക്കും ഹാഫ് എലാസ്റ്റിക് അല്ലാത്ത ബോട്ടമാണ്. ഇത് നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ. വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. ഇതാണ് ഞാൻ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രസ്സ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ മറ്റേതിൻ്റെ അത്ര ഒരു തിളക്കമില്ല ഈ മെറ്റീരിയലിന്. കഴുത്തൊക്കെ സെയിം ആ ഒരു റൗണ്ട് കഴുത്താണ്. ഇവിടെ വന്നിരിക്കുന്ന ഡിസൈനും സെയിം അതുപോലെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് അവർ ആ സ്വീക്വൻസ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ആ സ്വീക്വൻസ് ഇല്ല. പകരം ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ത്രെഡ് വർക്കാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല. ഓക്കെ, ചെയ്തിരിക്കുന്ന വർക്ക് സെയിം കാണാൻ അതേപോലെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് തൊടുമ്പോഴൊക്കെ ത്രെഡ് അത്രയ്ക്ക് നല്ലൊരു കട്ടിക്കുള്ള നൂലോ ഒന്നും അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇത് കുറവ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ.
ഇതിൻ്റെ പ്രൈസ് വരുന്നത് 716 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ആ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ചുരിദാറിൻ്റെ അതേ വർക്ക് തന്നെയാണ് കേട്ടോ, വേറൊരു വ്യത്യാസമില്ല. പക്ഷേ തുണി മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, ത്രെഡ് വർക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻസ് ഇത് ഫുള്ളി എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. പക്ഷേ പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹാഫ് എലാസ്റ്റിക് ഉള്ളതാണ്, പ്ലെയിൻ ആയിട്ടുള്ളത്, വേറെ വ്യത്യാസമൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതേപോലത്തെ ഷോളാണ്, നെറ്റിൻ്റെ സെയിം കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ നെറ്റിൻ്റെ ഷോള്. പക്ഷേ ഈ ഷോളിന് നീളമില്ല കണ്ടോ, ഇത്രയേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ നല്ല നീളം ഉണ്ടായിരുന്നു, ഇത് പകുതി നീളമാണ് ഉള്ളത് കണ്ടോ ഇങ്ങനത്തത്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് മറ്റേതിന് ഈ 2101 രൂപ കൊടുത്ത് ഇത്രയും മേ ബി എംബ്രോയിഡറി നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോത്തൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, ക്ലോത്ത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഇത് മേടിക്കാം. പക്ഷേ ഒരു 700 രൂപയുടെ ചുരിദാർ എന്ന നിലയ്ക്ക് ഇത് നല്ല അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. 700 രൂപയ്ക്ക് ഇത് നല്ല അത്യാവശ്യം നല്ല ചുരിദാറാട്ടോ. നമ്മൾ ഇതൊന്നും ഇങ്ങനത്തെ ഈ അതിൻ്റെ കോപ്പിയാണെന്ന് നോക്കാതെ ആസ് ഒരു ചുരിദാർ എന്ന രീതിയിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുണി നല്ലതാണ്. ഇതിനകത്ത് വന്നിട്ടുള്ള ഈ മെറ്റീരിയലൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ ത്രെഡ് വർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അങ്ങനെ നൂല് പൊങ്ങിയിട്ടോ അങ്ങനെ ഒന്നുമില്ല. 700 രൂപയുടെ ചുരിദാർ എന്ന നിലയ്ക്ക് ഇത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറും ഇങ്ങനത്തെ പാറ്റേണൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ലതാണ്. എനിക്ക് കളർ ഒരു ചെറിയ തോതിലൊരു വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് ഇതിന് ഇച്ചിരി ഷൈൻനെസ് ഉണ്ട്, ഇതിന് ആ ഒരു ഷൈൻ ഇല്ല. പിന്നെ ഞാൻ ഈ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് സ്മോൾ സൈസിലാണ് മേടിച്ചത്. ഞാൻ ഈ ബസ് സൈസ് നോക്കി മേടിച്ചപ്പോഴേക്ക് എനിക്ക് സ്മോൾ മതിയെന്നായിരുന്നു അതിനകത്ത് കാണിച്ചത്. പക്ഷേ ഇതെനിക്ക് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. പക്ഷേ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് സൈസായിരുന്നു. അങ്ങനെ അതും സ്മോൾ സൈസ് തന്നെയാണ്, പക്ഷേ സൈസ് വൈസ് അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു ഓഫ് വൈറ്റ് കുർത്തി സെറ്റാണ് കേട്ടോ, ഒരു ഓഫ് വൈറ്റ് കളറ്. അതിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നു, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇതേപോലത്തെ വർക്ക് വന്നിട്ടുള്ള ചുരിദാറാണ്. പിന്നെ ഫ്രണ്ടിൽ നെക്ക് ഇതേപോലത്തെ കോളർ നെക്കാണ്. കോളർ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ബോൾസ് ഇവിടെ ഇങ്ങനെ ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ് കേട്ടോ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ ഇതേപോലത്തെ ഡിസൈൻ, ഇതിൻ്റെ ഇടയിൽ വൈറ്റ് കളറിലെയും പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ടോപ്പാട്ടോ, വലിയ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് 981 റുപ്പീസാണ് കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, 2399 ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇതിൻ്റെ കൂടെ നമുക്ക് പാൻസ് വരുന്നുണ്ട്. പാൻസ് ഇങ്ങനെ ഫുള്ളി വർക്കുള്ള പാൻറ്റാണ്, ഹാഫ് എലാസ്റ്റിക്കും ഹാഫ് എലാസ്റ്റിക് അല്ലാത്തതും. ഫുള്ളി ഇങ്ങനത്തെ വർക്ക് ഉണ്ട്, ഫുൾ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഫുൾ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുള്ള റെഡ് ബ്ലാക്ക് വൈറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ, ഓഫ് വൈറ്റ് കളറിലുള്ളത്. വർക്കൊക്കെ സിമിലർ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ തുണി വെച്ച് നോക്കുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. കാണുമ്പോൾ സിമിലർ ആണെങ്കിൽ തുണി ഇത് ഭയങ്കര ഒരു ചളുക്കോ പുളുക്കോ തുണി ഇട്ടത്, അത്ര തുണി വൈസ് അത്ര നല്ലൊരു തുണിയല്ല. ഫുള്ള് വർക്കൊക്കെ വന്നിട്ടുള്ളതൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. ഇതേപോലത്തെ കോളർ നെക്കാണ്. ഈ സെൻറ്റർ പോർഷനിൽ ഇങ്ങനത്തെ വർക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് തൊടുമ്പോഴേക്കും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിന് ഇറക്ക കുറവുണ്ട്, അതായത് നീളം കുറവായി ഇടുമ്പോഴേക്കും, മറ്റേത് നല്ലോണം നീളമുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രിൻറ്റ് വർക്ക് തന്നെയാണെങ്കിൽ പോലും ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വ്യത്യാസം അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തൊട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര വലിയ വ്യത്യാസം. ഇത് നല്ല മെറ്റീരിയലാണ്, ഇത് അത്ര രസമുള്ള മെറ്റീരിയൽ അല്ല. ഇങ്ങനത്തെ ഒരു പിന്നെ ഇത് ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ളതാണ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് മിന്ത്രയിൽ നിന്നുള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. മെറ്റീരിയൽ വൈസും കാണുന്നത് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുമ്പോൾ വലിയ വ്യത്യാസം തോന്നണില്ലെങ്കിലും നേരിട്ട് കാണുമ്പോഴേക്കും ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് മിന്ത്രയിൽ നിന്ന് എടുത്തായിട്ട് ഇഷ്ടപ്പെട്ട. ഇതിൻ്റെ റേറ്റ് 350 രൂപയാണ് അല്ലേ? 350 രൂപയാണ് ഞാൻ മേടിച്ച ടൈമിലുണ്ടായിരുന്ന റേറ്റ്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു എക്സ്പെരിമെൻ്റൽ ടെസ്റ്റിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന്. എനിക്ക് പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടി. വന്നിട്ട് രണ്ടും എങ്ങനെയുണ്ട് എനിക്കിങ്ങനെ അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്യുക. പറയാൻ മറന്നു തോന്നുന്നു. ബൈ. രാത്രി ആയതുകൊണ്ടേ